പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ യഥാർത്ഥത്തിൽ 2010 മുതൽ ദൃശ്യമാധ്യമങ്ങളിലെ TV ചാനലുകളിലൊരു പ്രധാനപ്പെട്ട ഡിബേറ്ററായിരുന്നു. 2010 അത് ആരംഭിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ TV ചാനലിലെ ചർച്ചകൾക്കൊന്നും ഞാൻ പോകാറില്ല. ഏതാണ്ടൊരു 8-9 വർഷക്കാലം പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളുടെ ചാനലിലൊരു ഡിബേറ്ററായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. കാരണം എല്ലാ ചാനലുകളിലും, ഒരുപക്ഷെ കൈരളി ചാനൽ ഒഴിച്ച് ബാക്കിയുള്ള ചാനലുകളിലൊക്കെ ഞാൻ പോകുമായിരുന്നു. മാതൃഭൂമി ചാനലിൽ, റിപ്പോർട്ടർ ചാനലിൽ, മനോരമ, മീഡിയ വൺ, ജനം, അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു. അമൃത ചാനൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാനിപ്പം ആ മേഖലകളിലേക്ക് ഞാൻ പോകാറില്ല. എന്ന് മാത്രമല്ല, എന്നെ വിളിക്കുന്നത് മറ്റ് ചാനലുകൾക്ക് ഒരു തടസ്സമായി വന്നത് ഞാൻ പിന്നീട് അറിഞ്ഞത്, ഞാൻ ചാനൽ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞാൽ CPM-കാർ വരില്ല എന്നുള്ളത് കൊണ്ട് അത് എന്നെ വിളിക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടായി. ഏഷ്യാനെറ്റിലും ഞാൻ സജീവ സാന്നിധ്യമായി. പിന്നെ വി ജോണുമായിട്ട് ഞാൻ ചർച്ചയ്ക്ക് ഒരുപാട് ഇരുന്നിട്ടുണ്ട്. മാതൃഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട് ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പഴയ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ, PK പ്രകാശ്, അവരൊക്കെ ആയിട്ടൊക്കെ ഞാൻ സ്ഥിരമായി ചർച്ചകൾക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ പോകാറില്ല. ഇപ്പോൾ പ്രധാനമായി യൂട്യൂബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും യൂട്യൂബ് കേന്ദ്രീകരിച്ചാണ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് മാത്രമല്ല പൊതുവിൽ ജനങ്ങൾക്ക് തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളോടുള്ള ഒരു ആസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പൊതുവിൽ തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ VS-ൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് VS-ൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഷ്യാനെറ്റാണ്. ഞാനത് വേറൊരു വീഡിയോയിലും പറയുന്നുണ്ട്. അന്ന് മാതൃഭൂമി ചാനലില്ല, 24 ന്യൂസ് ഇല്ല, ഇപ്പോഴത്തെ ഈ മരംവെട്ടുകാരൻ്റെ റിപ്പോർട്ടർ ചാനലില്ല, അങ്ങനെ പല ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് മനോരമ, ഏഷ്യാനെറ്റ്, പിന്നെ കൈരളി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഞാനത് പറയുന്നില്ല, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചാനൽ. അപ്പം VS അച്യുതാനന്ദൻ 2000-2006 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതാണ് ഏഷ്യാനെറ്റ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള, ഒരു ദിശാബോധത്തോടു കൂടിയുള്ള, ശരിക്കു വേണ്ടി നിൽക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തനം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. ഏത് വൃത്തികേടുകളെയും ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ഒരു മേഖലയായി ഇപ്പോൾ ദൃശ്യമാധ്യമ പ്രവർത്തനം മാറി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വൃത്തികേടും എന്ത് ഉളുപ്പില്ലായ്മയും ഒരു ലജ്ജയുമില്ലാതെ പറഞ്ഞ് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ പേരാണ് റിപ്പോർട്ടർ ചാനൽ. എന്തു വൃത്തികേടും, എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ അരുൺകുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇരിപ്പുണ്ട്. ഞാൻ അയാളെക്കുറിച്ചിട്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരി ആ ചാനലിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു മരംവെട്ടുകാരനാണ്. മരംവെട്ട് കേസിൽ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതിയൊക്കെയാണ് ആ ചാനലിൻ്റെ ഉടമകൾ. അപ്പോൾ അവർ ഒരു ഒരു വനംകൊള്ളക്കാരൻ ഒരു ചാനൽ കേരളത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ ദൃശ്യമാധ്യമ രംഗം എത്ര അധപ്പതിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റു ചാനലുകളും ഒക്കെ തന്നെ ഇതുപോലെ നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ കയ്യിലാക്കി കഴിഞ്ഞു. അപ്പം ആ സാഹചര്യത്തിൽ ശരിക്കു വേണ്ടി പോരാട്ടം നടത്തുന്നവർക്കൊന്നും ദൃശ്യമാധ്യമങ്ങളെ ആശ്രയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 1-2 വർഷക്കാലമായി TV ചാനലുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. പിന്നീട് യൂട്യൂബും കൂടെ വന്നു. ശരിക്കു വേണ്ടി പോരടിക്കുന്നവർക്കൊക്കെ വലിയൊരു ആയുധമായി യൂട്യൂബ് മാർഗം കൂടെ ചെയ്തതോടുകൂടി ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രാധാന്യം വലിയ തോതിൽ കുറഞ്ഞുപോയി. മാധ്യമ പ്രവർത്തകർ തന്നെ പഴയ പോലെ ശരിക്കു വേണ്ടി പോരാടുന്നവർ എന്നുള്ളതിൽ നിന്ന് മാറി നിക്ഷിപ്ത താല്പര്യക്കാരുടെ അടിമകളായി
മാറുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. നമ്മളതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോൻസൺ മാവുങ്കൽ, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞവൻ, അവരുടെയൊക്കെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമ മേഖലയായി ഇന്ന് മാധ്യമ മേഖല മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് പൊതുവിൽ വിശ്വാസ്യത കുറഞ്ഞു, ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി വ്യൂവർഷിപ്പ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളൊരു നിലയിലേക്ക് അവർ മാറി. ഒരു ഇച്ഛാശക്തിയും ലജ്ജയുമില്ലാതെ എന്ത് വൃത്തികേടും പറയാമെന്നുള്ള നിലയിലേക്ക് മാധ്യമപ്രവർത്തനവും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനവും മാറി. വനം കൊള്ളക്കാർ തന്നെ പിന്നെ TV ചാനലുകൾ സ്വന്തമാക്കുന്ന സ്ഥിതി വന്നു. വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളവർ ചാനലുകൾ കൈക്കലാക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പം മാധ്യമരംഗം ഇന്ന് ഈ പറഞ്ഞ പോലെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഒരു വിഹാര രംഗമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള പശ്ചാത്തലത്തിലും യൂട്യൂബുകൾ കൂടുതൽ പ്രാധാന്യം കൈവരിച്ചിട്ടുള്ള സാഹചര്യത്തിലും ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഒരു പണി ഞാൻ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ട് എനിക്ക് 1-2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ചുമ്മാ അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഒന്ന് കാണുമെന്നുള്ളതല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ അന്ന് VS അന്ന് പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഏഷ്യാനെറ്റ് മാത്രമല്ല ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്ന ചാനൽ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഈ ഇന്ത്യ വിഷൻ്റെ വാർത്ത തുടങ്ങുന്നതിന് തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് റോഡിലിറങ്ങിയ റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഓടുമായിരുന്നു ഇന്ത്യ വിഷൻ്റെ വാർത്ത കാണാറുണ്ട്. ആ കാലമൊക്കെ എന്നേ പോയി മറന്നു. എപ്പോഴാണ് വാർത്ത എന്താണ് എന്നുള്ളത് പോലും ഇപ്പം അങ്ങനെ കാണാറില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഞാനിത് വിശദമായി പറയാൻ കാരണം, അങ്ങനെ ദൃശ്യമാധ്യമങ്ങളെ നമ്മൾ പൂർണ്ണമായി അവഗണിക്കുന്ന, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ ഒരു അജണ്ടയിൽ വരാത്ത ഒരു സാഹചര്യത്തിൽ, ദൃശ്യമാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പൊടുന്നനെ ഒരു 10-15 ദിവസമായി ഒരു ചാനലിലെ ഒരു പരിപാടി കാണാൻ ഒരു ആവേശം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിലാണ് ആ പ്രോഗ്രാം ഉള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഏഷ്യാനെറ്റിൽ ആ പരിപാടി തുടങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പരിപാടി മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ കാത്തിരുന്നു കാണാറുണ്ട് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. രാത്രി 7:45 ആകുമ്പോൾ ഒരു 7:15 കഴിയുമ്പോൾ മുതൽ തന്നെ 7:45 ആയോ എന്ന് ഞാനിങ്ങനെ മൊബൈലിൽ നോക്കും. 7:45 ആകുമ്പോൾ ആ പരിപാടി ഞാൻ കാണും. 7:45 മുതൽ 8 മണി വരെ മിക്കവാറും ദിവസങ്ങളിലെല്ലാം ആ പരിപാടി ഞാൻ കാണും. അതിനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി ആ കാര്യം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആ പരിപാടിയുടെ പേര് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. നല്ല യുക്തമായിട്ടുള്ളൊരു പേര് ആണ്, അന്വർത്ഥമാക്കിയ ഒരു പേരാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ പരിപാടി അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകൻ്റെ പേര് ശ്രീമാൻ ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ്. എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ നേരത്തെ മുതൽ കാണാറുണ്ട്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട് അങ്ങനെ നേരിട്ടങ്ങനെ എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഇളയ സഹോദരൻ വേണു ബാലകൃഷ്ണനാണ് എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് എനിക്ക് പറയുന്നതിൽ മടിയൊന്നും. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണനെ ഞാനിങ്ങനെ TV ചാനലുകളിലൊക്കെ കാണുമായിരുന്നുവെങ്കിലും ഉണ്ണി ബാലകൃഷ്ണനെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ദേശീയ രാഷ്ട്രീയം ദീർഘകാലം അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ ഉണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയം ഒക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഞാനങ്ങനെ പ്രത്യേകം ഒരു പെയിൻ എടുത്ത് ഈ ഉണ്ണി ബാലകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം കുറെ കാലങ്ങൾക്ക് ശേഷം നിർഭാഗ്യവശാൽ ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ മരംകൊള്ളക്കാരൻ വാങ്ങിയതിന് ശേഷം അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ചേരുകയുണ്ടായി. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു മരം വെട്ടുകാരൻ്റെ, ഒരു മരംകൊള്ളക്കാരൻ്റെ, ഒരു കള്ളൻ്റെ ചാനലിൽ എങ്ങനെ ചേരേണ്ടതായിരുന്നു എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്നത് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നതിന് തുല്യമാണെങ്കിൽ പോലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ അവിടുത്തെ ഒരു എഡിറ്റേഴ്സ് അവർ എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഛർദ്ദിക്കാൻ വരുന്ന ആ ഒരു നോസിയേറ്റിംഗ് ഫീലിംഗ് ഒക്കെ തന്നെ ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലും ഞാൻ ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ പല ചർച്ചകളും ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കാണുമായിരുന്നു. കാരണം എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അതിൽ ആ അരുൺകുമാർ എന്ന് പറഞ്ഞൊരു ചെറുക്കൻ അതിനകത്തിരിപ്പുണ്ട്. പിന്നെ ഒരു
ഒരു സ്ത്രീ ഉണ്ട് അതിനകത്ത്, അവരുടെ പേര് എന്താ, ഒരു 24 ന്യൂസ് ചാനലും കണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുണ്ട്. അവരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് യാതൊരു താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചർച്ച ഞാൻ കാണാറുണ്ട്. കാരണം വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ചർച്ചയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ ഒരു മറയുമില്ലാതെ പറയാം, ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോയല്ലോ, അതൊരു ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചുള്ള ഒരു സൈ ഓഫ് റിലീഫായിരുന്നു. അയാൾ പോയപ്പോൾ തന്നെ അത് റിപ്പോർട്ടർ ചാനലിന് ഏഷ്യാനെറ്റിന് മെച്ചമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ചാനലിൽ ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ തിങ്കളാഴ്ച മുതൽ രാത്രി 7:45 മുതൽ 8 മണി വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു 15 മിനിറ്റ് പരിപാടി, ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത്, ഓരോ ദിവസത്തെയും ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അന്നന്നത്തെ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്തുകൊണ്ട് വിശകലനാത്മകമായി ഷാർപ്പായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്കും ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചതിനെ കുറിച്ചിട്ട് ഒരു പരിപാടി ഞാൻ കണ്ടു. അതുപോലെ തന്നെ ബീഹാറിൽ 65 ലക്ഷം പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയില്ലേ, അതിനെതിരായിട്ടൊരു പരിപാടി ഞാൻ കണ്ടു. അടൂർ ഗോപാലകൃഷ്ണനെ ശക്തമായി വിമർശിക്കുന്ന ഒരു പരിപാടി. നമ്മുടെ ആ പരിപാടികളൊക്കെ തന്നെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, വളരെ വിശകലനാത്മകമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ചിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സംശയമില്ല, കേരളത്തെ ദൃശ്യമാധ്യമ രംഗത്തുള്ള ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഈ പാണ്ഡിത്യമുള്ള, കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല കാഴ്ചപ്പാടുള്ള, കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കുന്ന, വളരെ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള, നല്ല വിശ്വാസയോഗ്യതയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഈ പരിപാടി ഞാൻ വിശ്വസിക്കുന്നത് ഈ ചാനൽ മത്സരത്തിൽ ഏഷ്യാനെറ്റിന് വലിയൊരു മുൻതൂക്കം കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏഷ്യാനെറ്റിന് വലിയൊരു ആസ്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒരു സംശയം വേണ്ട, 1ാം സ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഉണ്ണി ബാലകൃഷ്ണനെ ശരിക്കും മറ്റ് മാധ്യമപ്രവർത്തകർ ഒരു പഠന വിഷയമാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ എല്ലാ ദിവസവും കാത്തിരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രേക്ഷകരും ആ പരിപാടി കാണാൻ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മാറ്റിവെച്ചാലും അതിലൊരു അത്ഭുതവുമില്ല എന്നെനിക്ക് വളരെ വ്യക്തതയോടുകൂടി, എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എനിക്ക് പറയാൻ കഴിയും. ആ പരിപാടി ഏഷ്യാനെറ്റിന് വലിയൊരു മുൻതൂക്കം കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ കുറെ കാലമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലായിരുന്നു. ആ ചാനൽ ഇനിയും 1ാം സ്ഥാനത്ത് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ചാനലിൻ്റെ ഒരു പിന്തുണക്കാരനാണ് ഞാൻ. ആ ചാനലിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല. എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ചാനൽ മോശമാണോ എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസം, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ചാനൽ എന്നും 1ാം സ്ഥാനത്ത് നിൽക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഈ വ്യൂവർഷിപ്പ് കൂട്ടാൻ എന്ത് ചെറ്റത്തരവും എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളൊരു പരിപാടി ഏഷ്യാനെറ്റിലില്ല എന്നുള്ളതുകൊണ്ട്. ഏഷ്യാനെറ്റിലെ പല മാധ്യമപ്രവർത്തകരും ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് ആവറേജ് ഒക്കെ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട് പലരുമാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയാനില്ല. പക്ഷേ ആ ചാനൽ അതൊരു ഡെക്കോറം കീപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്നുള്ളതാണ് എനിക്ക് ആ ചാനലിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. വളരെ മാന്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു ചാനലാണ്. അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ CPM ചിലപ്പോൾ ചില വിമർശനങ്ങളൊക്കെ പറഞ്ഞേക്കാം. കാരണം അവർക്കറിയാം ഒരു കാളികൂടി സംഘങ്ങളാണ്, അവരതൊക്കെ ചെയ്തേക്കാം. പക്ഷേ മോർ ഓർ ലെസ് അവർ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട്
തങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ത് വൃത്തികേടും ഈ മരം കൊള്ളക്കാരൻ്റെ, ഈ കാട്ടുകൊള്ളക്കാരൻ്റെ, ഈ കാട്ടുകള്ളൻ്റെ ചാനൽ കാണിക്കുന്നത് പോലത്തെ വൃത്തികേടുകൾ കാണിച്ച്, ചെറ്റത്തരങ്ങൾ കാണിച്ച്, കള്ളത്തരങ്ങൾ പറഞ്ഞ്, അസത്യങ്ങൾ പറഞ്ഞ് ഒന്നാം സ്ഥാനത്ത് എത്താൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ പിന്തുണയ്ക്കുന്നത്. അപ്പം എന്നെക്കുറിച്ചിട്ടൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മരം കൊള്ളക്കാരൻ്റെ ചാനൽ. ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. കാരണം മരം കൊള്ളക്കാരനാണല്ലോ അതിൻ്റെ ഉടമ. അപ്പോൾ മരം കൊള്ളക്കാരൻ്റെ ഒരു നിലവാരമേ ആ ചാനൽ കാണിക്കൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഏഷ്യാനെറ്റ് അങ്ങനല്ല. അത് വളരെ ഡീസൻ്റായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു ചാനലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ചാനലിന് വളരെ മാന്യമായ മാധ്യമപ്രവർത്തനം നടത്തി ഒരുപക്ഷെ ഇനിയുള്ള മാർക്ക് റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഈ പരിപാടി സഹായകമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്, ആ പേര് നൽകിയത് തീർത്തും അന്വർത്ഥമാണ്. കാരണം അതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ആ സർജിക്കൽ സ്ട്രൈക്കിൽ ഏഷ്യാനെറ്റ് മുന്നോട്ടെത്തുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ മരം കൊള്ളക്കാരൻ്റെ ചാനലിൽ ഉള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ തിരിവുകളാണ്. പറഞ്ഞാൽ ഒരു നിലവാരവും ഇല്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കടിച്ച് കീറുന്ന ചില നിലവാരം കുറഞ്ഞ തിരിവ് മാധ്യമപ്രവർത്തകർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയൊരു ആസ്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പരിപാടി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ചാനലിനെ അധികം താമസിക്കാതെ തന്നെ മാർക്ക് റേറ്റിങ്ങിലൊക്കെ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എന്നെക്കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ പരിപാടി ഞാൻ കാണും എന്ന് ഉണ്ണി ബാലകൃഷ്ണന് ഒരു ഉറപ്പും കൂടി ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഉണ്ണി ബാലകൃഷ്ണൻ വേണുബാലകൃഷ്ണൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണനായിട്ട് എനിക്ക് വ്യക്തിബന്ധം അങ്ങനെ കാര്യമായിട്ടുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഉണ്ണി ബാലകൃഷ്ണന് ആ പരിപാടി ശക്തമായും വ്യക്തമായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.